വടകര മണ്ഡലത്തിൽ പി ജയരാജന്റെ പ്രചാരണം ആവേശകരമായി മുന്നേറുന്നു. കുട്ടന്റെ റിപ്പോർട്ടിലേക്ക്. വടകരയിൽ LDF സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചരണാർത്ഥം നടക്കുന്ന റോഡ് ഷോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളിൽ നിരവധിയായ പ്രവർത്തകർ ആവേശത്തോടുകൂടി പി ജയരാജനെ അനുഗമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാദാപുരം മേഖലയിലാണ് റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനുശേഷം നാദാപുരത്തെ പര്യടനത്തിന് ശേഷം ഓരോ മണ്ഡലത്തിലും കുറ്റ്യാടി, അതിനുശേഷം പേരാമ്പ്ര, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾക്ക് ശേഷം വൈകിട്ടാണ് വടകരയിലേക്ക് പര്യടനം എത്തുക, റോഡ് ഷോ എത്തുക. വടകരയിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊട്ടിക്കലാശ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയുള്ള റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഈ റോഡ് ഷോ ഇപ്പോൾ നടക്കുന്നതിന്റെ കൂടെ തന്നെ ഓരോ പ്രാദേശിക കേന്ദ്രങ്ങളിലും നിരവധി പേർ പങ്കെടുത്തുകൊണ്ടുള്ള ഇരുചക്ര വാഹന റാലി, ബൈക്ക് റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ ആവേശകരമായ രീതിയിലാണ് ഈ പ്രചാരണത്തിന്റെ അവസാന ദിവസം, കൊട്ടിക്കലാശ ദിവസം പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ കലാശക്കോട്ടിൽ ആവേശത്തിര തീർക്കാൻ ഒരുങ്ങി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി PV അൻവർ പുത്തൻവീട്ടിൽ തിരൂരും, UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തിരൂരങ്ങാടിയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. NTA-യും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സമാപനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ്. പൊന്നാനിയിൽ നിന്നും AK ലതീഷിന്റെ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കഴിഞ്ഞ 1.5 മാസമായി നടന്നത്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 42 വർഷമായി മുസ്ലിം ലീഗിൻ്റെ കുത്തകയായ മണ്ഡലം പിടിച്ചെടുക്കാനായാണ് നിലമ്പൂരിൻ്റെ വികസന നായകനും നിലമ്പൂരിൻ്റെ MLA-യുമായ PV അൻവറിനെ LDF കളത്തിലിറക്കിയത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ്. കൊട്ടിക്കലാശം, ഇന്ന് വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം ഏറ്റവും ആഘോഷപൂർവ്വമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി LDF പ്രവർത്തകരും UDF പ്രവർത്തകരും NDA പ്രവർത്തകരും അവരുടേതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം തൊട്ടായിരിക്കും കൂടുതൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നണികൾ സജീവമായി രംഗത്ത് വരിക. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന വോട്ടറെയും ബൂത്തിലെത്തിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നണി പ്രവർത്തകർ വീടുകൾ കയറി പ്രചാരണം നടത്തുമ്പോൾ കൊട്ടിക്കലാശം അതിന് ആഘോഷമാക്കാനും അത് ശക്തി പ്രകടനമാക്കാനുമുള്ള അണിയറ പ്രവർത്തനത്തിലാണ് മുന്നണികൾ. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ കഴിഞ്ഞ 42 വർഷമായി UDF ജനപ്രതിനിധികൾ മാത്രം ജയിച്ചു കയറിയ മണ്ഡലത്തിൽ വികസന മുരടിപ്പ് മുൻനിർത്തിയാണ് വോട്ട് നേടിയത്. കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത പൊന്നാനിയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ UDF-ഉം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDF അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് LDF-ന്റെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടിനെ മറികടക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലും. NDA പരമാവധി വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്ന പ്രവർത്തനവുമായാണ് ഇത്തവണ മുന്നോട്ട് പോയത്. 1,00,000 വോട്ടിലേക്കെങ്കിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായി അവർ രംഗത്ത് സജീവമാണ്. VT രമയാണ് NDA സ്ഥാനാർത്ഥിയായി ഇത്തവണ പൊന്നാനിയിൽ മത്സരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് SDPI-യും PDP-യും ഇത്തവണ പൊന്നാനിയിൽ മത്സര രംഗത്തുണ്ട്. PV അൻവറിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് 2 അപരന്മാരും ET മുഹമ്മദ് ബഷീറിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് 3 അപരന്മാരും മത്സര രംഗത്തുണ്ട്. 12 സ്ഥാനാർത്ഥികളാണ് ആകെ മത്സര രംഗത്തുള്ളത്. വികസനം തന്നെയായിരുന്നു പൊന്നാനിയിൽ ഇത്തവണ പ്രധാന ചർച്ചാ വിഷയം. വികസന മുരടിപ്പ് മുൻനിർത്തി തന്നെയാണ് LDF വോട്ട് തേടിയത്. അതുകൊണ്ട് തന്നെയാണ് മാറ്റമുണ്ടാകുമെന്ന് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. കടലോര മേഖലയിലും അതേപോലെ തന്നെ റെയിൽവേ വികസനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ LDF ജയിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് LDF ക്യാമ്പ് പറയുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും പൊന്നാനി മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന LDF-ന്റെ വികസന പ്രവർത്തനങ്ങളും LDF-ന് തുണയാകുമെന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. UDF അവരുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള ചോർച്ച അവരെ വല്ലാതെ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ UDF ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ ചോർച്ച അവരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ UDF-ന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതായി കാണാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
20,000-ൽ പരം വോട്ട് നേടി വിജയിച്ച ഇ.ടി. മുഹമ്മദ് ബഷീർ പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടിന് മേലെ മാത്രമാണ് UDF-ന് ഭൂരിപക്ഷം നേടാനായത്. മുൻകാലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു UDF സ്ഥാനാർത്ഥികൾക്കുണ്ടായിരുന്നെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകൂ എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തവണ UDF. അത്തരത്തിൽ കടുത്ത പോരാട്ടം തന്നെയാണ് പൊന്നാനിയിൽ ഇത്തവണ നടന്നത്. ആ കടുത്ത പോരാട്ടത്തിന്റെ എല്ലാ ചൂരും ഇന്ന് വൈകിട്ട് നടക്കുന്ന കുട്ടിക്കലാശത്തിലും നമുക്ക് ദൃശ്യമാകും. അതിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. അവസാന മണിക്കൂറുകളിൽ നഗരങ്ങളും ഗ്രാമങ്ങളും ഇളക്കിമറിച്ചുള്ള റോഡ് ഷോകളാണ് മലപ്പുറത്ത് പുരോഗമിക്കുന്നത്. ആയിരങ്ങളാണ് LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ റോഡ് ഷോയിലും ബൈക്ക് റാലിയിലും പങ്കെടുക്കുന്നത്. സ്വാൽഹിന്റെ റിപ്പോർട്ടിലേക്ക്. ഇനിയൊരു പകൽ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നത്. റോഡ് ഷോകളും മണ്ഡല പര്യടനവും അനൗൺസ്മെന്റ് വാഹനങ്ങളുമായി സ്ഥാനാർത്ഥികൾ വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ്. ജനങ്ങളുടെ പിന്തുണയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി VP സാനു പറഞ്ഞു. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഓരോ ദിവസവും കഴിയും തോറും ഓരോ മിനിറ്റ് വെച്ച് സപ്പോർട്ട് കൂടി വരുന്നു എന്നല്ല, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും, ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സാനു എന്നാണ് വിളിക്കുന്നത്. പേര് തികച്ച് വിളിക്കാനുള്ളൊരു ബന്ധം അവർക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് എന്നുള്ളത്. എന്തായാലും ശരി, റീസെൻ്റായിട്ട് നടന്ന തിരഞ്ഞെടുപ്പിലാണല്ലോ എനിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയത്. അന്നും വളരെ ചെറുപ്പക്കാരനായ ഒരാൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അത് വ്യത്യാസമൊന്നും വരത്തില്ല. റോഡ് ഷോകൾ, മണ്ഡല പര്യടനങ്ങൾ ഇവയ്ക്ക് ഇനി ഈ ഒരു പകൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്വാഡ് വർക്കുകൾ കൂടി പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം തന്നെ, മുന്നണികളുടെ പ്രവർത്തകർ സജീവമാക്കി കഴിഞ്ഞു. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്, കൈരളി ന്യൂസ്. മലപ്പുറത്ത് നിന്നുള്ള സ്വാലിഹിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഏത് രീതിയിലാണ് കോട്ടയം മണ്ഡലത്തിൽ മുന്നണികളുടെ പ്രചാരണം മുന്നേറുന്നത്? എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും ഒക്കെ ഒരു ആവേശം? കോട്ടയം മണ്ഡലത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള രീതിയിലേക്കുള്ള കൊട്ടിക്കലാശത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ മണ്ഡലത്തിൽ ഇപ്പോൾ ഒറ്റക്കൊറ്റയ്ക്ക് തിരക്കിട്ട് പ്രമുഖരെ കാണുന്നതും അതുപോലെ ആളുകളെല്ലാം കാണുന്ന തിരക്കിലാണ്. കോട്ടയത്തെ സ്ഥാനാർത്ഥി VN വാസവൻ ഇപ്പോൾ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ പല പ്രമുഖരെയും ഇപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒപ്പം വിവിധ ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, വലിയ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നേടിയിട്ടുള്ള അട്ടിമറി വിജയത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം ഇപ്പോൾ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഒപ്പം UDF-നകത്ത് നിലനിൽക്കുന്ന ഭിന്നതയെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ട് മികച്ച രീതിയിലുള്ള വിജയമാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, UDF സ്ഥാനാർത്ഥിയാകട്ടെ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശിച്ച് വോട്ട് നേടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളുടെയും, പ്രത്യേകിച്ച് UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും എല്ലാം തന്നെ പ്രചരണം അവസാനിക്കുന്നത് കോട്ടയത്തെ സെൻട്രൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് തന്നെയാണ്. 2:30 തന്നെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങും. അതിനു മുന്നോടിയായി ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മണ്ഡലം കേന്ദ്രീകരിച്ചായിരിക്കും അവിടെ പ്രചരണ പ്രവർത്തനം നടക്കുന്നത്. കോട്ടയത്തെ മാത്രം കോട്ടയം കേന്ദ്രീകരിച്ചായിരിക്കും, കോട്ടയം സെൻട്രൽ ടൗൺ കേന്ദ്രീകരിച്ചാണ് അവിടെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഉണ്ടാകും. എന്തായാലും വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികളുടെ മുന്നോട്ട് പോക്ക്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി VN വാസവൻ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവച്ചത്. കാരണം LDF നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ, ഒപ്പം മണ്ഡലത്തിൽ ജനപ്രതിനിധി ഇല്ലാതെ വന്നിട്ടുള്ള കാര്യങ്ങളിൽ അന്ന് കർഷകർ അനുഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാമാണ് LDF പ്രചരണ രംഗത്ത് പ്രധാന ആയുധമായി ഉയർത്തിയത്. അങ്ങനെ വന്നപ്പോൾ വികസനത്തിന്റെ ഒരു നാഴികക്കല്ലോ എടുത്തു പറയാൻ തക്ക നേട്ടങ്ങളൊന്നും UDF-ന് ഉണ്ടായില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചെറിയ ന്യൂനത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം
KM മാണിയുടെ അസാന്നിധ്യം എന്ന രീതിയിലേക്ക് സഹതാപം ചർച്ച ചെയ്യുക എന്ന രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കാരണം മണ്ഡലത്തിൽ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് UDF എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു സഹതാപ തരംഗത്തിലുള്ള വോട്ട് നേടാമെന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും UDF-നകത്തെ ഭിന്നത നിഴലിച്ച് നിൽക്കുന്നത് കാരണം പലയിടങ്ങളിലും പ്രചരണത്തിന് പോലും സ്ക്വാഡുകൾ ഇറങ്ങാത്ത സ്ഥിതിയും സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇതെല്ലാം തന്നെ മറികടക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് UDF-ന്റെ ഇപ്പോഴത്തെ പോക്ക്. NDA സ്ഥാനാർത്ഥിയും ഇപ്പോൾ പാലാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണം നടത്തുകയാണ്. ഉച്ചയോടുകൂടി തന്നെ അവരും കോട്ടയത്തേക്ക് എത്തും. എന്തായാലും വളരെ ആവേശകരമായ രീതിയിലേക്കാണ് 42 ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇനി നാളെ നിശബ്ദ പ്രചരണത്തിന് നാളുകളാണ്. അതിനു മുന്നോടി കൊട്ടിക്കലാശം ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ നടത്തുവാനും കലാശിപ്പിക്കുവാനുമുള്ള ഒരു പ്രയത്നത്തിലും പ്രവർത്തനത്തിലുമാണ് വിവിധ മുന്നണിയുടെ പ്രവർത്തകർ. പ്രശാന്ത്, ഈ കൊട്ടിക്കലാശം ഓരോ സ്ഥാനാർത്ഥികളുടെയും എവിടെയാണ് നടക്കുന്നത്, അതിനെക്കുറിച്ച് കൂടി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശം പ്രധാനമായും കോട്ടയം കേന്ദ്രീകരിച്ചാണ്. അതിൽ LDF-ന് പ്രത്യേക സ്ഥലം അനുവദിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ മൈതാനം, അതുപോലെ ബസ് സ്റ്റാൻഡ് പരിസരമാണ് LDF-ന് അനുവദിച്ചിരിക്കുന്നത്. UDF-നാകട്ടെ കളക്ടറേറ്റിൽ നിന്ന് അവർ പ്രകടനമായി എത്തും. ഒടുവിൽ സെൻട്രൽ ജംഗ്ഷനിൽ തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപമായിരിക്കും അവരുടെ കൊട്ടിക്കലാശം നടക്കുക. പഴയ പ്രസ് ക്ലബിന് സമീപത്താണ് NDA-യുടെ കൊട്ടിക്കലാശം നടക്കുക. അങ്ങനെ 3 പേർക്കും നിശ്ചിതമായി 3 സ്ഥലങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും എല്ലാം തന്നെ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കോട്ടയം നഗരത്തിൽ 3 മണിക്ക് ശേഷം ഗതാഗത ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സമാധാനപരമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിപ്പെടുക, അതിനു മുമ്പ് സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നതിന്റെ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നണിയുടെ പ്രവർത്തകർക്ക് പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിനു മുന്നോടി പോലീസ് യോഗം വിളിച്ചു ചേർക്കുകയും കൃത്യമായി ഇവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്ത് നിലയുറപ്പിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പാലിക്കാമെന്നുള്ള ഉറപ്പും മുന്നണിയുടെ നേതാക്കന്മാർ പോലീസിന് നൽകേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോട്ടയം സെൻട്രൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വിവിധ ബാച്ചുകളായി നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ കൊട്ടിക്കലാശം വളരെയധികം ഭംഗിപൂർവ്വം നടത്തുവാനുള്ള ഒന്നിനൊന്ന് മെച്ചമായി നടത്തുവാനുള്ള പ്രവർത്തനത്തിലേക്ക് മുന്നണി പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. കോട്ടയത്ത് 3 മുന്നണികളും ശക്തമായ രീതിയിൽ പ്രചരണം കൊണ്ടുപോകുന്നു. വലിയ രീതിയിലുള്ള ആവേശമാണ് മുന്നണികളും അണികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായ പ്രചരണമാണ് നടക്കുന്നത്. കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും വിശദാംശങ്ങളാണ് പ്രശാന്ത് നൽകിയത്. ആലപ്പുഴയിലെ വിശേഷങ്ങളും പ്രചരണത്തിന്റെ മുന്നണികളുടെ അണികളുടെയും ഒക്കെ ഒരു ആവേശത്തിന്റെ വിവരങ്ങളുമൊക്കെയായി ഷാജഹാൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാജഹാനിലേക്ക് പോകുന്നു. ഷാജഹാൻ, ഏത് രീതിയിലാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കാര്യങ്ങൾ പോകുന്നത്? ഏത് രീതിയിലാണ് പ്രചരണം അവിടെ മുന്നേറുന്നത്? പ്രിയ, രാവിലെ 8 മണിയോടുകൂടിയാണ് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരിഫിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. ഡോക്ടർ തോമസ് ഐസക്കാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വളരെയധികം ആവേശത്തോടു കൂടിയാണ് ചേർത്തല മണ്ഡലത്തിന്റെ ചേർത്തല താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ റോഡ് ഷോ നടന്നു വരുന്നത്. ഇപ്പോൾ ചേർത്തലയിൽ നിന്നും അരൂർ മണ്ഡലത്തിലെത്തിയതിനു ശേഷം അരൂർ മണ്ഡലത്തിന്റെ കിഴക്ക് ഭാഗം ചേർന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും ചേർത്തല മണ്ഡലത്തിലേക്ക് ആരിഫിന്റെ റോഡ് ഷോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തണ്ണീർമുക്കം പ്രദേശം കവർ ചെയ്തിരിക്കുകയാണ്. അത് വീണ്ടും ആലപ്പുഴയിൽ എത്തിച്ചേരും. അതിനുശേഷം അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ റോഡ് ഷോ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് കൊട്ടിക്കലാശത്തിലേക്ക് വന്നു ചേരുക. എന്തായാലും വളരെയധികം ആവേശമാണ് നമുക്ക് ഈ റോഡ് ഷോയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് വരുന്ന വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ആരിഫിന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലെത്തുമ്പോഴും സ്വീകരണ കേന്ദ്രങ്ങൾ കഴിയുമ്പോഴും വളരെയധികം ആവേശം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങൾ ആരിഫിന്റെ വാഹനത്തെ അനുഗമിച്ചു കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ കേന്ദ്രങ്ങളിലും ആരിഫിനെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനുമായിട്ട് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരാണ് കൂടി നിൽക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശത്തിന് സമാപനം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മുൻപായിട്ടുള്ള കൊട്ടിക്കലാശത്തിൻ്റെ സമാപന ജാഥ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് ആരിഫിൻ്റെ റോഡ് ഷോ ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക്കാണ് ജീപ്പിൻ്റെ മുൻഭാഗത്തിരുന്നു കൊണ്ട് ജാഥയ്ക്കുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ചേർത്തല മണ്ഡലത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ആരിഫിൻ്റെ റോഡ് ഷോ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ നിന്നും
തീരദേശ മേഖലയിലൂടെ ആരിഫിന്റെ റോഡ് ഷോ അരൂർ മണ്ഡലത്തിലെത്തിയിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് റോഡ് ഷോയും അതോടൊപ്പം തന്നെ പ്രചരണവുമൊക്കെ ആയിട്ട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ആരിഫിനെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പ്രചരണത്തിന് ഏറെ മുന്നിൽ തന്നെയാണ് ആരിഫ് ഉള്ളത് എന്ന് വേണം പറയേണ്ടത്. കാരണം ഏറ്റവും ഒടുവിലായിട്ടാണ് UDF സ്ഥാനാർത്ഥി ആലപ്പുഴ മണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. അതും വയനാട് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് കാര്യമായിട്ടൊരു മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടാണ് ആരിഫിന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, നമുക്കറിയാം ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രചാരണം ആരംഭിച്ചത് മുതൽ തന്നെ ആരിഫിന്റെ ഒരു മുന്നേറ്റം, പ്രചാരണ രംഗത്തെ മുന്നേറ്റം നമ്മൾ കാണുന്നതാണ്. മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോയിൽ ഇടതുപക്ഷ സംഘടനകൾ, വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് യുവജന സംഘടനകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ഒരു പിന്തുണ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രചാരണത്തിന് ലഭിക്കുന്നുണ്ട്? ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശം നടക്കാൻ പോകുമ്പോൾ അതിന് തൊട്ടു മുൻപ് വരെയുള്ള ആ ഒരു ആവേശം അണികൾക്ക് എത്രത്തോളമാണ്? പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു നിര കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആരിഫ് മത്സരിക്കുന്ന അരൂർ മുതൽ അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി വരെയുള്ള 7 മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാനമായ രീതിയിലുള്ള പ്രചരണമാണ്. നമുക്കറിയാം, ആലപ്പുഴ മണ്ഡലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഹരിപ്പാട് മണ്ഡലം മാത്രമാണ് ഇത്തവണ അസംബ്ലിയിൽ UDFന്റെ MLA എന്ന് പറയാനുള്ളത്. മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 മണ്ഡലങ്ങളിൽ മന്ത്രിമാരും കൂടി നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിലുള്ള, കുറ്റമറ്റ രീതിയിലുള്ള പ്രചരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ച ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് യുവതികളുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഭാഗത്തു നിന്നും, കുട്ടികളുടെ ഭാഗത്തു നിന്നും. ഇത്തരത്തിൽ ആരിഫ് എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് മണ്ഡലത്തിൽ പൊതുവെ വളരെ ഒരു സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആരിഫ് കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജനങ്ങളുടെയും ഒക്കെ ഒരു വലിയ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ആ മുന്നേറ്റം ഈ അവസാന ഘട്ടത്തിൽ വരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തിന് വളരെ വിജയമാണ്. എന്തായാലും കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ആരിഫിന്റെ വാഹനങ്ങളെ അനുഗമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങളും യുവാക്കളും ഒക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ നഗരത്തിലേക്ക് ഈ ആരിഫിന്റെ റോഡ് ഷോ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അതിന് മുൻപായിട്ട് തന്നെ വളരെ മികച്ച ഒരു ജനപിന്തുണയോട് കൂടി തന്നെയാണ് ഈ റോഡ് ഷോ ഇപ്പോൾ പര്യടനം നടത്തി വരുന്നത്. പ്രിയ ഷാജഹാൻ, അപ്പം തന്നെ ഇന്ന് കൊട്ടിക്കലാശം ഈ 3 മുന്നണികളുടെയും എവിടെയൊക്കെയാണ് നടക്കുന്നത് ആലപ്പുഴയിൽ? കൊട്ടിക്കലാശം BJPയുടെ ആലപ്പുഴ മുല്ലക്കൽ ഭാഗത്താണ് BJPയുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം UDFന്റെയും നഗര ഹൃദയത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് സക്രിയ ബസാർ, വട്ടപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് UDFന്റെയും അതോടൊപ്പം തന്നെ LDFന്റെയും പ്രചരണം സമാപനം നടക്കുക. 6 മണിയോടുകൂടി അവിടെയാണ് സമാപിക്കുക. എന്തായാലും റോഡിന് ഇരുവശങ്ങളിലായിട്ട് പോലീസ് കനത്ത ബന്ദോബസ്ത് തീർത്തിട്ടുണ്ട്. കാരണം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നപോലെ തന്നെ ഒരു കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നു വരികയാണ്. പക്ഷേ കാലാവസ്ഥ അല്പ പ്രതികൂലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരിയ കാർമേഘമുണ്ട്. അതൊരു മഴയാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൊട്ടിക്കലാശത്തിൽ അത് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ഇതുവരെ മികച്ച രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് പാർട്ടി പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ MLA-മാരുടെയും നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ആലപ്പുഴയിൽ നിന്നാണ് ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ എല്ലാ രീതിയിലും 3 മുന്നണികളും പ്രചരണത്തിന് ചൂടോടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും തോമസ് ഐസക്കാണ് ആരിഫിനൊപ്പം ഇപ്പോൾ ആ ഒരു പ്രചാരണത്തിൽ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ വിശദമായ വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഇപ്പോൾ ഇനി നമുക്ക് കൊല്ലത്തെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കൊല്ലത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? കൊല്ലത്ത് ഇപ്പോൾ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കലാശക്കൊട്ടിന് ഉള്ളത്. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? എങ്ങനെയാണ് പ്രചാരണം മുന്നേറുന്നത്? ഹലോ രാജ്കുമാർ, എങ്ങനെയാണ് കൊല്ലത്ത് പ്രചാരണം മുന്നേറുന്നത്?
പാരിപ്പള്ളിയിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് രാവിലെ റോഡ് ഷോ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഉച്ച വിശ്രമത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 2:30 വീണ്ടും റോഡ് ഷോ ആരംഭിക്കും. വൈകിട്ട് 4:30 മണിയോടുകൂടി കൊല്ലം ചിന്നക്കടയിലായിരിക്കും കൊട്ടിക്കലാശം. അതുപോലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തീരദേശം മേഖലയിലൂടെയാണ് റോഡ് ഷോ നടത്തുക. BJP സ്ഥാനാർത്ഥി KV സാബു അദ്ദേഹവും കൊല്ലം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡ് ഷോകളും ഇന്ന് ചിന്നക്കടയിൽ 4:30 കൊട്ടിക്കലാശത്തിനായി എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയമായി ഏറെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട കാലമായിരുന്നു കഴിഞ്ഞ 40 ദിവസം കൊല്ലത്തുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ NK പ്രേമചന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു വിവാദ പ്രസ്താവന അദ്ദേഹം തന്നെ നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലൂടെ NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി പറഞ്ഞത് തങ്ങൾക്ക് RSPക്ക് ഒരു നിഴൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഷാഡോ ടീം ഉണ്ടായിരുന്നു, ഷാഡോ കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. അതിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നൊരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇതിൽ കോൺഗ്രസിനകത്ത് UDFനകത്ത് തന്നെ അമർഷം ഇപ്പോൾ പലർക്കും ഉണ്ട്. പലരും അത് നേരിട്ട് തന്നെ പ്രേമചന്ദ്രനെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയെ നമ്മൾ സമീപിച്ചപ്പോൾ കൈരളി ന്യൂസിനോട് അവർ പറഞ്ഞത് പ്രേമചന്ദ്രന്റെ ഒരു വാക്കിൽ പിടിച്ച് വിവാദം ഉണ്ടാക്കേണ്ട സാഹചര്യമല്ല ഇത്. അതിന് ഒരു ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ഇപ്പോൾ ഞങ്ങൾ കെട്ടറപ്പോടുകൂടി നിൽക്കുകയാണ്. തങ്ങളിൽ UDFൽ ഒരു വലിയേട്ടൻ മനോഭാവം ആർക്കുമില്ല. അത് ഈ RSP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് RSPക്കൊട്ടൊരു കുത്തുകൂടി നൽകിയിരിക്കുകയാണ്. ഒരു വലിയേട്ടൻ മനോഭാവം വേണ്ട എന്ന് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചനയും മുന്നറിയിപ്പും ബിന്ദുകൃഷ്ണ നൽകാൻ തയ്യാറായി എന്നുള്ളതും രാഷ്ട്രീയമായി ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യമാണ്. LDF കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ UDF സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും ജനപ്രാതിനിധ്യ നിയമം ലംഘിച്ചു എന്ന് ആരോപിച്ച് വിവിധ പരാതികൾ നൽകിയിരുന്നു. ഈ പരാതികൾ പലതും തന്നെ ഇതിൽ ശക്തമായ താക്കീതാണ് UDF സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. അതുപോലെ UDF നൽകിയ പരാതിയിൽ ഇതിൽ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രമാണ് ഇനി ആ ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ജില്ലാ വരണാധികാരി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി പൊതിച്ചോറ് വിതരണം തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല, അത് തുടരുകയും ചെയ്യാം എന്ന് അറിയിച്ചതിനൊപ്പം തന്നെ അവിടെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളോ ചിഹ്നങ്ങളോ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് വരരുത് എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഈ തരത്തിൽ ശക്തമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ 40 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി റോഡ് ഷോ മുഴുവനും സമാപിക്കുകയും അവിടെ കൊട്ടിക്കലാശം ചിന്നക്കടയിൽ നടക്കുകയും ചെയ്യും. രാജ്കുമാർ, ചിന്നക്കടയിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഒപ്പം തന്നെ എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിരിക്കുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശ ദിനമായ ഇന്ന് വലിയ രീതിയിലുള്ള സുരക്ഷ ക്രമീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കൊല്ലം മണ്ഡലത്തിലെ കാര്യം? കൊല്ലത്ത് ഏതാണ്ട് 500ഓളം പോലീസ് സേനകളെ വിവിധ സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല CRPFന്റെ 2 കമ്പനി പോലീസ് ഫോഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞു. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രശ്നബാധിത ബൂത്തുകൾ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റൂട്ട് മാർച്ച്, ഇന്ന് തീരദേശം കേന്ദ്രീകരിച്ച് കൊല്ലം ബീച്ചിൽ നിന്ന് തങ്കശ്ശേരി വരെ ഒരു റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും പോലീസ് ശക്തമായ നിരീക്ഷണം നടത്തി വരികയാണ്. വാഹന പരിശോധനകൾ നടക്കുന്നു. അവസാന ലാപ്പിലേക്ക് ഇത് പോകുമ്പോൾ നല്ല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായിട്ടുള്ള മധു ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചുകൂട്ടി ഇലക്ഷൻ കമ്മീഷൻ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അവരെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ന് സമാധാനപരമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇടതു പാർട്ടികൾ മറ്റ് മുന്നണികളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. എന്തായാലും കൊല്ലത്ത് എല്ലാ രീതിയിലും കൊട്ടിക്കലാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് കൊല്ലം മണ്ഡലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദമായ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.